നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക. ഇനി നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം. 8 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നത് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. Knight of Wands, 7 of Wands, King of Wands, Page of Wands, Judgment, Page of Cups, 3 of Wands, Strength. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി നമുക്ക് വിശദമായ വായനയിലോട്ട് പോകാം. ഈ സ്പ്രെഡിൽ വന്ന കാർഡ് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ആദ്യം വന്ന കാർഡ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അഗ്നിയെയാണ്. തീ പടരുന്ന പോലെയാണ് നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ ആക്ഷൻ. കർമ്മയുടെ തിരിച്ചടി ഭീകരമായിരിക്കുമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ലോകം നിങ്ങളുടെ നിശബ്ദതയെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ ഈ കാർഡ് തന്റെ ഊർജം അനാവശ്യ തർക്കങ്ങൾക്ക് കളയാതെ കൃത്യസമയത്ത് പ്രതികരിക്കാൻ കാത്തിരിക്കുന്നു. ശരിയായ സമയത്ത് നടത്തുന്ന ആ ഒറ്റ കുതിപ്പ് മതി എല്ലാവരുടെയും ധാരണകൾ തിരുത്താൻ. നിശബ്ദത പാലിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ അഗ്നി ഉണർന്നാൽ പിന്നെ നിങ്ങളെ തടയാൻ ആർക്കും സാധ്യമല്ല എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. 7 ഓഫ് വാൻഡ്സ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത് ചിലപ്പോഴൊക്കെ പ്രതികരിക്കാതിരിക്കുന്നത് പേടി കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഊർജം അനാവശ്യ കാര്യങ്ങൾക്ക് കളയാത്തത് കൊണ്ടാണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ സത്യത്തിന്റെ ഭാഗത്താണ്. എത്ര വലിയ എതിർപ്പുകളെയും നിങ്ങൾക്ക് നേരിടാൻ കഴിയുമെന്നാണ്. നിങ്ങൾ വിതയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർക്ക് കാലം കൃത്യമായ മറുപടി നൽകും. മറ്റുള്ളവർ നിങ്ങളുടെ മൗനത്തെ ഭീരുത്വമായി കാണുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കിങ് ഓഫ് വാൻഡ്സ് ഭീരുത്വത്തെയല്ല, മറിച്ച് ഉറച്ച തീരുമാനങ്ങളെയും ധൈര്യത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങളുടെ മൗനം ദുർബലതയല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കലാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയക്കാതെ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് അവസാനം വിജയിക്കുമെന്ന് ഈ കാർഡ് ഉറപ്പു നൽകുന്നു. പേജ് ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളുടെ മൗനത്തെ ഭീരുത്വമായി കണ്ട് ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ ഒരു പുതിയ പദ്ധതിക്ക് തയ്യാറെടുക്കുകയാണ്. ഒരു കാട്ടുതീ പടർന്നതിന്റെ മുൻപുള്ള ശാന്തത പോലെയാണിത്. കർമ്മയുടെ തിരിച്ചടി തുടരാൻ പോകുന്നു എന്ന് ഈ കാർഡ് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളെ നിസ്സാരനായി കാണുന്നവർക്ക് നിങ്ങൾ നൽകാൻ പോകുന്ന സർപ്രൈസ് വളരെ വലുതായിരിക്കും. ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും അവസാനം സത്യം പുറത്തു വരും. നിങ്ങൾ നിശബ്ദനായിരിക്കുന്നത് ഭീരുത്വം കൊണ്ടല്ലെന്ന് കാലം തെളിയിക്കുന്ന നിമിഷമാണിത്. ഓരോരുത്തരും അവരവർ ചെയ്ത പ്രവർത്തികൾക്ക് മറുപടി പറയേണ്ട സമയം വന്നെത്തിയെന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ സഹിച്ച വേദനകളിൽ നിന്ന് കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ മൗനം ദേഷ്യം കൊണ്ടോ പക കൊണ്ടോ അല്ല, മറിച്ച് വികാരങ്ങളെ അടക്കി പിടിച്ചുള്ള ഒരു ശാന്തതയാണിത്. പേജ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത് ഇതാണ്. പേജ് ഓഫ് കപ്സ് അന്തർജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ അവരോട് പക വീട്ടിലല്ല, പകരം കർമ്മ അത് നോക്കിക്കൊള്ളും. നിങ്ങൾ ശാന്തരായി കാര്യങ്ങൾ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നു. 3 ഓഫ് വാൻഡ്സ് കാത്തിരിപ്പിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും പ്രതീകമാണ്. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് നിങ്ങളെ ബാധിക്കുന്നില്ല, കാരണം അവർ വിതച്ചതിന്റെ ഫലം അവർക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഉറപ്പാണ് നിങ്ങളുടെ നിശബ്ദത. വെറുതെ പ്രതികരിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ സംഭവിക്കാനുണ്ടെന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. കർമ്മയുടെ തിരിച്ചടി ഭീകരമായിരിക്കുമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ശാന്തരായി നോക്കി നിൽക്കുന്നു. ഈ സ്പ്രെഡിൽ സ്ട്രെങ്ത് കാർഡ് വന്നത് അർത്ഥവത്തായ ഒരു പൂർണ്ണത ഈ റീഡിങ്ങിന് നൽകുന്നു. ഈ കാർഡ് നിശബ്ദതയെയും ആത്മസംയമനത്തെയും സൂചിപ്പിക്കുന്നു. തിരിച്ചടിക്കാൻ ശേഷിയുണ്ടായിട്ടും അടങ്ങിയിരിക്കുന്നത് വലിയൊരു മനക്കരുത്താണ്. ഭീകരമായിരിക്കും കർമ്മയുടെ തിരിച്ചടിയെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നിങ്ങൾ കാട്ടുന്ന ആത്മസംയമനമാണിത്. ശക്തി എന്നത് അടിച്ചു തകർക്കലല്ല, മറിച്ച് സഹനമാണ്. കാലം അവർക്ക് മറുപടി നൽകുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരാളുടെ ഗാംഭീര്യം ഈ കാർഡിലുണ്ട്. ഗർജിക്കുന്നവനല്ല, ഗർജിക്കുന്നവനെ മെരുക്കുന്നവനാണ് യഥാർത്ഥ വീരനെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. തിരിച്ചടിക്കാൻ ശേഷിയുണ്ടായിട്ടും അടങ്ങിയിരിക്കുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ആത്മസംയമനമാണ്. നിങ്ങളെ പരിഹസിക്കുന്നവർക്ക് കാലം നൽകുന്ന തിരിച്ചടി ഭീകരമായിരിക്കും. എല്ലാവരും എതിർത്താലും നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് സത്യം നിങ്ങളുടെ ഭാഗത്തായതുകൊണ്ടാണ്. അവർക്ക് കർമ്മ നൽകുന്നത് ഭീകരമായ തിരിച്ചടി തന്നെയായിരിക്കും. ഇതാണ് ഇന്ന് കിട്ടിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.